ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ കുഞ്ഞിന് ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കുളിപ്പിച്ച് ഉറക്കിയതായിരുന്നേ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് അവൻ എഴുന്നേറ്റേ. അപ്പം ഞാൻ പിന്നെ തൊട്ടിന്നൊക്കെ എടുത്തവനെ അവിടെ ഇരുത്തി കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനൊരു കട്ടനിട്ടെ. എന്നാണ് രാവിലെ കാപ്പി കുടിച്ചായിരുന്നെങ്കിൽ എനിക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നേ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പഴവും പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ ബിസ്ക്കറ്റും കൊടുത്തായിരുന്നേ. പിന്നെ കഴിക്കാൻ വേണ്ടി അവിടെ പോയിരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മടിയിലോട്ട് ചാടിക്കയറിയിരുന്നേ. പിന്നെ ഞാൻ അവന് ബിസ്ക്കറ്റ് അങ്ങ് കൊടുത്തു. ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ബിസ്ക്കറ്റ് ശ്രദ്ധിക്കുന്നേ ഇല്ല ആശാൻ. ആ കവറിലോട്ടാണ് ശ്രദ്ധിക്കുന്നത്. കവർ ഞാൻ പിന്നെ മാറ്റി വെച്ചു. അപ്പത്തന്നെ പിന്നെ ബിസ്ക്കറ്റ് തിന്നാൻ തുടങ്ങിയേ. പിന്നെ ഞാൻ പഴം പൊളിച്ച് ഇച്ചിരി വായി വെച്ച് കൊടുത്തു. അപ്പത്തന്നെ അവൻ തിന്നുന്നൊന്നുമില്ല. അവൻ തുപ്പി കളയുമായിരുന്നു. പിന്നെ ഞാൻ പഴം കഴിച്ചേ. പിന്നെ കട്ടനും കുടിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ഇച്ചിരി പാല് കലക്കി അവന് കൊടുക്കാനേ. പാല് തന്നെ കുടിക്കുന്ന അവന് ഏറ്റവും ഇഷ്ടം. കാരണം തന്നെ കുടിച്ചില്ലെങ്കിൽ പിന്നെ കിടന്ന് കാറുവേ. അവൻ്റെ ഇഷ്ടത്തിന് അവൻ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണം. നമ്മളെങ്ങാനും പിടിക്കുമെങ്ങാനും ചെയ്ത് എൻ്റെ പിന്നെ കാറി ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് കൊടുത്തേച്ച്. പിന്നെ കഴിഞ്ഞ ദിവസം നട്ടു വെച്ച ചെടി 2 ഇല വാടി നിൽക്കുവാണ്. പിന്നെ ഞാൻ ചെറുതായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുത്തായിരുന്നു. പിന്നെ പുറത്തോട്ട് ഇറങ്ങി. കാരണം കുറച്ച് തുണിയെല്ലാം ഉണക്കാനിടാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ നാപ്പീസാണ്. അത് കഴിഞ്ഞ തലേദിവസം മഴ ആയതുകൊണ്ട് ഉണങ്ങിയില്ലായിരുന്നു. പിന്നെ പാടൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് ഞാൻ പുറത്തോട്ടിട്ടെ. അപ്പം നോക്കിയപ്പോൾ അത് എൻ്റെ ചെടിയെല്ലാം പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ചുമല കളറൊരു പൂവായിരുന്നേ. ഞാൻ കുറച്ച് ചെടിയെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോഴത്തേന് നല്ല സന്തോഷം തോന്നി. ഇത് ഞാൻ നട്ടു വെച്ച ചെടിയാണ്. അടിപൊളിയാണ്. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് കുഞ്ഞിന് ഒന്നുകൂടെ ഉറങ്ങിയേ. അതിന് ശേഷം ഞാൻ പിന്നെ സബോളയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ മുളക് പൊടിച്ചേ. പിന്നെ ചെറുപയർ മെഴുക്ക് പുരട്ടിയും പിന്നെ വള്ളിപ്പയർ തോരനും ഉണ്ടായിരുന്നു. അത് കൂട്ടി പിന്നെ ഞാൻ ചോറ് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ. മുളകാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏതൊരു കറി വെച്ചാലും ചിലപ്പോൾ ഞാൻ മുളകൊക്കെ പൊടിച്ച് പിന്നെ ചോറുണ്ണുള്ളേ. പിന്നെ അവന് ഉറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ പെരയ്ക്കാവൊക്കെ ഒന്ന് അടിച്ച് വാരാമെന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകേ നിന്ന് മാറുകയല്ലേ. ഇങ്ങനെ അടിച്ച് വാരുന്നതിൻ്റെ കീഴെ വന്നിരിക്കും. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കുഞ്ഞിനങ്ങനെ ഇരിക്കുമ്പം തൂത്ത് വാരാനൊക്കെ. അതുകൊണ്ട് അവൻ ഉറങ്ങിയ സമയത്ത് ഞാനെല്ലാം തൂത്ത് വാരി. കാരണം എനിക്ക് 3:30-4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുള്ളേ. പിന്നെ ഞാനൊരു കട്ടനല്ല ഒരു പാൽച്ചായ ഇട്ട് കുടിച്ചേ. രാവിലെ കട്ടൻ കുടിച്ചതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ പാൽച്ചായയാണ് ഇട്ട് കുടിക്കുന്നത്. പിന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ 2 അണ്ണാൻ ഇലയിൽ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി കുറച്ച് നേരം ഞാൻ നോക്കി പുറത്തോട്ട് നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുങ്ങളുടെ ഓട്ടം പരിപാടി കാണാൻ എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കുറച്ച് നേരം നോക്കിയിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ അത്താഴത്തിനുള്ള പരിപാടിയിലോട്ട് കടന്നേ. ഇന്ന് കഞ്ഞിയും പയറുമാണ് വൈകിട്ട് വെക്കുന്നത്. ഒത്തിരി ദിവസമായി കഞ്ഞിയും പയറും വെക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പിന്നെ സമയം കിട്ടിയപ്പോൾ ഞാനങ്ങ് വെച്ചേ. പിന്നെ ചെറുപയറും അരിയും കൂടെ മിക്സ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം കഴുകി പിന്നെ ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പിലോട്ട് ഗ്യാസ് സ്റ്റൗവിലോട്ട് വേവിക്കാനങ്ങ് വെച്ചേ. ആ സമയത്തൊക്കെ കുഞ്ഞിന് ഉറക്കമായിരുന്നു. എഴുന്നേറ്റില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പണി എളുപ്പമായി ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പം എന്നെ ഉടുപ്പേ പിടിച്ച് ഇങ്ങനെ നിൽക്കും എൻ്റെ പുറകെ വന്നേ. പിന്നെ അവനും കൂടെ ഉള്ളതാണ് എനിക്കിഷ്ടം. പക്ഷേ എന്നാലും പണിയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി പാടാണേ. അവനിങ്ങനെ പിടിച്ച് പുറകെ നിന്ന് വലിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയാണ്. എഴുന്നേറ്റ് ഇങ്ങനെ ഉടുപ്പേ പിടിച്ച് നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ മറിഞ്ഞടിച്ച് വീഴും. അതുകൊണ്ട് ഉറങ്ങിയ സമയത്ത് അത്യാവശ്യം പണികളൊക്കെ ഞാൻ തീർത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടു. അപ്പം കുഞ്ഞിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവനൊന്ന് കുളിപ്പിച്ച് ഇനി അടുത്ത അംഗം ഡ്രസ്സ് മാറലാണ്. എൻ്റെ ദൈവമേ ഭയങ്കര പാടാണ്. ഞാൻ ഡ്രസ്സ് ഇടിക്കലാണ് ഏറ്റവും വലിയ പണി. കാരണം എന്താ വെച്ചാൽ ഒരു കൈ ഇടുമ്പോൾ അടുത്ത കൈ ഊരിക്കളയും. അങ്ങനൊരു സ്വഭാവമാണ് അവൻ്റെ. എല്ലാ കുഞ്ഞു പിള്ളേരും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവന് ഇച്ചിരി കുരുത്തക്കേട് കൂടുതലുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ ഒരു വിധത്തിലാണ് ഡ്രസ്സൊക്കെ ഇടിക്കുന്നത്. അപ്പോൾ കൈ മാറ്റി കളയുവാണ് കുഞ്ഞനെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സ് ഇടിക്കൽ. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ തന്നെ ഇച്ചിരി നേരം ക്യാമറയിലോട്ട് നോക്കി മര്യാദയ്ക്കിരുന്നേ. ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആശാൻ മര്യാദയ്ക്കായിരുന്നു കുറച്ച് നേരമേ. ഞങ്ങൾ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേന് പിന്നെ ഫോൺ എടുത്താൽ പിന്നെ ക്യാമറയിലോട്ട് മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ. അവൻ അങ്ങനെയാണ്. പിന്നെ എനിക്ക് വേറെ അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. പിന്നെ നിലത്തിരിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നില്ല. എൻ്റെ ഉടുപ്പേ പിടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. പിന്നെ അവിടെ ഇരുത്തി കളിപ്പാട്ടം എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വെച്ചു. കഞ്ഞിയുടെ കൂടെ വൈകിട്ടത്തേനാണ്. ഞാൻ ചോപ്പറിൻ്റെ അകത്താണ് ക്യാരറ്റ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ ചെയ്യാൻ. ഇത് നല്ല കാഞ്ഞിരപ്പള്ളി പോയപ്പോൾ മേടിച്ചാണ് ഒരു കടയിൽ നിന്ന്. അതുകൊണ്ട് പണിയെല്ലാം ചെയ്യാൻ എളുപ്പമുണ്ട്. അടിപൊളി സാധനമാണ്. പെട്ടെന്ന് അത് റെഡിയായി കിട്ടി. അല്ല നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞ് എപ്പോൾ റെഡിയാകാൻ. കാരണം കുഞ്ഞിനുള്ളതുകൊണ്ട് എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അടിപൊളിയായിട്ട് നല്ല ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അരിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കഞ്ഞി റെഡിയായി കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കഞ്ഞിയെ. പിന്നെ
ക്യാരറ്റ് തോരൻ അടുപ്പിലോട്ട് വെച്ച് ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം നല്ലതായിട്ട് വേകാൻ വേണ്ടിയാണ്. അതിന് ചെല്ലുമ്പോൾ 6:30 ആയപ്പോൾ പിന്നെ ഞാൻ വിളക്ക് വെച്ചു. അപ്പോൾ കുഞ്ഞതിനെല്ലാം ഓടിപ്പാഞ്ഞ് നടപ്പുണ്ടേ. പിന്നെ ഞാനൊരു കട്ടൻ എടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചതിന് പിന്നെ ചേട്ടായി വെട്ടമൊക്കെ അടിച്ചുകൊണ്ട് കയറി വരുന്നുണ്ടായിരുന്നേ. കാരണം ഭയങ്കര കരികിലാണ് വരുന്ന വഴിക്കല്ലാവേ, അതുകൊണ്ട് വെട്ടമൊക്കെ അടിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ പപ്പടവും വറുത്തു, പിന്നെ മീനും വറുത്തായിരുന്നേ. പിന്നെ കഞ്ഞിയിലൂടെ കഴിക്കാൻ ഒരുപാട് കറികളുണ്ടായിരുന്നു. ക്യാരറ്റ്, മീൻ വറുത്തത്, പിന്നെ ഉച്ചക്കത്തെ പയറ് മെഴുക്ക് പുരട്ടി എല്ലാം ഉണ്ടായിരുന്നേ. അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. കുഞ്ഞിനും എൻ്റെ പുറകെ വന്നിരുന്നു. അവനെപ്പം ഞാൻ ഇരുന്നാലും എൻ്റെ പുറകെ മടിയിൽ കയറി വന്നിരിക്കുവേ. അവനെയും വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. അവനും ഇഷ്ടമാണ് കഞ്ഞി. അവന് ഞാൻ പിന്നെ ഇച്ചിരി കോരി കൊടുത്തു. അപ്പോഴത്തേന് ചേട്ടായി പിന്നെ ഫോണിൽ പണിതുകൊണ്ടിരിക്കുമായിരുന്നേ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ പണി ഇരിപ്പുവാണ്. പിന്നെ ഞാൻ വഴക്കൊന്നും കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിരുന്നു. ഒരുപാട് കറിയുള്ള പോലെ തോന്നി. ഞാൻ പിന്നെ മീൻ വറുത്തൊന്നും എടുത്തില്ല കേട്ടോ, കാരണം ഇത് കുഞ്ഞൻ മടിയിൽ വന്നിരുന്നതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി മീനും ഉള്ളി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിന്നെ മീൻ വറുത്തൊന്നും എടുത്തില്ല. പിന്നെ അവന് ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ചോദിച്ചു എന്നോട് മീൻ വറുത്ത് എടുക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം എങ്ങനെ കഴിക്കാനാണ് മീൻ വറുത്തതും കൂടെ. പിന്നെ ഞാൻ പപ്പടമൊക്കെ ഞുള്ളി കൊടുത്ത് കഞ്ഞിയെല്ലാം കുടിച്ചപ്പോൾ അവന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ ഞാൻ ജീരകത്തിൻ്റെ മണമൊക്കെ അപ്പോൾ അടിപൊളിയായിരുന്നേ കഞ്ഞിയെ. ഒരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും കറിയിലൊക്കെ ഒതുക്കിയേ. അതിന് ആവശ്യത്തിന് കറികളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.